ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സ്നേഹാദരവുകൾ നിറഞ്ഞ സത്യവിശ്വാസികളെ, സുഹൃത്തുക്കളെ, അള്ളാഹു നമ്മുടെ സംഗമം സ്വീകരിക്കുമാറാവട്ടെ. റബ്ബ് നമ്മുടെ പാപങ്ങൾ പൊറുക്കുമാറാവട്ടെ. നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. നമ്മുടെ ഇന്നത്തെ സംഗമത്തിൽ, നമ്മുടെ ഈ പ്രഭാഷണ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം നമ്മുടെ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. സാധാരണ നമുക്കറിയാവുന്ന കാര്യങ്ങളോടുകൂടെ ചില ഓർമ്മപ്പെടുത്തലുകൾ മാത്രമാണ് നമ്മുടെ ഈ പരിമിതമായ ഈ സംഗമത്തിൽ ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു നമുക്ക് ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. മനുഷ്യ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ഒരു ഭാഗമാണ് അവന്റെ നാണം മറയ്ക്കുക എന്നുള്ളത്. മനുഷ്യജീവിതം എന്ന് തുടങ്ങിയോ അന്നു മുതൽക്ക് അതിന്റെ ഒരു ചരിത്ര പാരമ്പര്യവും അതിന്റെ അടിസ്ഥാനവും നമുക്ക് കാണാൻ കഴിയും. സ്വർഗത്തിലാണ് മനുഷ്യന്റെ പിറവി എന്നത് നമ്മുടെ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിച്ച സത്യമാണ്. സ്വർഗത്തിലായിരുന്നിട്ടും വിധിവിലക്കുകൾ ഭൂമിയിൽ ഉള്ള പോലെ ഇല്ലാത്തൊരിടത്തായിരുന്നിട്ടും സ്വർഗത്തിലെ മനുഷ്യനും വസ്ത്രം ധരിച്ചിരുന്നു എന്നതാണ് ഖുർആൻ സൂചിപ്പിച്ചത്. മഹാനായ സയ്യിദന ആദം അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും അള്ളാഹു വിലക്കിയ കനി കഴിക്കുമ്പോൾ വിവസ്ത്രരായ അവസ്ഥയായിരുന്നുവെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അവരുടെ വസ്ത്രം അഴിഞ്ഞുപോയി, അവരുടെ നാണം വ്യക്തമായി എന്നുള്ള ഒരു സൂചന ഖുർആൻ തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്നും അവർ സ്വർഗത്തിൽ വസ്ത്രം ധരിച്ചവരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനുഷ്യോൽപത്തി എന്ന് തുടങ്ങിയോ മനുഷ്യ സംസ്കാരം എന്ന് ആരംഭിച്ചോ അതിൽ വളരെ പ്രധാന ഭാഗമാണ് മനുഷ്യന്റെ വസ്ത്രധാരണം എന്ന് പറയുന്ന വിഷയം. അത്ര പ്രാധാന്യമുള്ള ഒരു കാര്യത്തിൽ അള്ളാഹുവിന്റെ ദീനിന്റെ ഇടപെടൽ എങ്ങനെയാണ് എന്നതാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അള്ളാഹുവിന്റെ പ്രവാചകനായ മഹാനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്നാൽ ഭൂമിയിൽ എങ്ങനെയെല്ലാം ജീവിക്കാനുള്ള ചുറ്റുപാട് ഉണ്ടാകണമെന്നത് പടച്ച റബ്ബ് നേരത്തെ തന്നെ എല്ലാം ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഭൂമിയിലെത്തിയ സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമും പ്രിയപ്പെട്ട ഹവ്വ റളിയല്ലാഹു അൻഹയും ഇവിടെ അവർ ആദ്യ കാലഘട്ടത്തിലെ ജീവിതത്തിൽ സംഘടിപ്പിച്ചതും അവർ പരിശ്രമിച്ചതും വസ്ത്രം നെയ്തുണ്ടാക്കാനായി. മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നത് കാണാം. ആദ്യമായിട്ട് നൂല് നൂറ്റത് ഹവ്വ റളിയല്ലാഹു അൻഹയും ആ നൂല് ഉപയോഗിച്ച് വസ്ത്രം ഉണ്ടാക്കിയത് സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാമുമാണ് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയുന്നു. ഏതായാലും ഖുർആൻ ആ വിഷയത്തിലേക്ക് സൂചിപ്പിക്കുന്നതായി നമുക്ക് കാണാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فأكلا منها فبدت لهما سوآتهما وطفقا يخصفان من ورق الجنة. സൂറത്ത് ത്വാഹയുടെ ആയത്താണ്. ഖുർആൻ മറ്റു പലയിടങ്ങളിലും ഈ സംഭവം പറയുന്നു. അള്ളാഹു വിലക്കിയ കനി ഇരുവരും കഴിച്ചു. ആ കനി കഴിക്കുക വഴി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള ഒരു പണിഷ്മെന്റായി. രണ്ടുപേരുടെയും വസ്ത്രം അഴിഞ്ഞുപോയി, അവരുടെ ഔറത്ത് വെളിവായി. സ്വർഗത്തിന്റെ വൃക്ഷ ഇലകൾ വെച്ച് അവരുടെ നാണം മറയ്ക്കാൻ അവർ ശ്രമിച്ചു. അപ്പൊ വസ്ത്രം എന്നത് മനുഷ്യ സംസ്കാരത്തിന്റെ ഒപ്പമുള്ള ഒരു കാര്യമാണ്. വസ്ത്രധാരണത്തിൽ അള്ളാഹു ആദ്യ മനുഷ്യന്റെ ചരിത്രത്തിലൂടെ ഇങ്ങനെയാണ് നമുക്ക് പഠിപ്പിക്കുന്നത്. എന്നാൽ ഇവർ ഭൂമിയിലെത്തിയപ്പോൾ അള്ളാഹു എന്ത് ചെയ്തു? ഇവർക്ക് വസ്ത്രം നെയ്യാനും വസ്ത്രം ഉടുക്കാനുമുള്ള അവസരങ്ങൾ കൊടുത്തു. ഖുർആൻ പറയുന്ന ഒരു വസ്ത്രത്തിന്റെ കഥ തന്നെയുണ്ട്. എങ്ങനെയാ വസ്ത്രം മനുഷ്യർ ഉണ്ടാക്കിയത്? വസ്ത്രം മനുഷ്യനുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു എങ്ങനെ ഭൂമിയിൽ ഉണ്ടാക്കി? പരിശുദ്ധ ഖുർആൻ പറയാണ് മനുഷ്യർ വസ്ത്രമുണ്ടാക്കുന്നത് എങ്ങനെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى خير ذلك من آيات الله لعلهم يذكرون. അല്ലാഹു പറയുന്നു,
മനുഷ്യവർഗമേ, ആദം സന്തതികളെ, തീർച്ചയായും നിങ്ങൾക്ക് നാം ആകാശത്ത് നിന്നും വസ്ത്രത്തെ ഇറക്കി തന്നു. ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, ആകാശത്ത് നിന്നും നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നു. ആകാശത്ത് നിന്ന് വസ്ത്രം ഇറക്കി തന്നു. എങ്ങനെ? മഹാന്മാരായ മുഫസ്സിരീങ്ങൾ കുറിക്കുന്നു, ആകാശത്ത് നിന്നും വസ്ത്രം ഇറക്കി തന്നു എന്ന് പറഞ്ഞാൽ അള്ളാഹു മഴ ഇറക്കി ചെടികളെ മുളപ്പിച്ചു. വസ്ത്രമുണ്ടാക്കാൻ പറ്റിയ ചെടികളുണ്ട്, ചണവും പരുത്തിയുമൊക്കെ. മഴ പെയ്തിറങ്ങിയ മഴവെള്ളത്തിൽ കുതിർന്ന മണ്ണിൽ നിന്നും മുളച്ചതാണ് എന്നാണ് അതിന്റെ താല്പര്യം. അപ്പോൾ വസ്ത്രധാരണത്തിൽ മനുഷ്യൻ അവലംബിക്കുന്ന മാർഗങ്ങളെ അള്ളാഹു ഇവിടെ സംവിധാനിച്ചു എന്ന് ഖുർആൻ. വസ്ത്രത്തിന്റെ അടിസ്ഥാനം പറയാണ് ഖുർആൻ. മനുഷ്യവർഗമേ, നിങ്ങൾക്ക് വസ്ത്രം നിർമ്മിക്കാൻ ആവശ്യമായ പരിസ്ഥിതി നാം ഇവിടെ ഒരുക്കുകയാണ്. മഴ പെയ്തിറങ്ങി ആ മഴവെള്ളത്തിൽ കിളിർത്ത് വന്ന പരുത്തിയും ചണവും പോലെയുള്ള സസ്യങ്ങളിൽ നിന്നും വസ്ത്രം നിങ്ങൾക്ക് നിർമ്മിക്കാനുള്ള സാഹചര്യം നാം ഉണ്ടാക്കി. എന്തിനാ വസ്ത്രം? യുവാരീ സൗആതികും, നിങ്ങളുടെ ഔറത്ത് മറയ്ക്കാൻ, നാണം മറയ്ക്കാനാണ് വസ്ത്രം. നാണം വെളിവാക്കാനാണ് ഇന്ന് വസ്ത്രം ഉപയോഗിക്കുന്നത്. വരീഷ, പിന്നെ നിങ്ങൾക്ക് ജന്തുക്കളിൽ നിന്നും, തൂവലിൽ നിന്നും വസ്ത്രമുണ്ടാക്കി എന്ന് പറഞ്ഞു. രോമം, തൂവല്, ജന്തുക്കളിൽ നിന്നും സസ്യങ്ങളിൽ നിന്നും മനുഷ്യൻ വസ്ത്രത്തെ ഉൽപ്പാദിപ്പിക്കുന്നു. ഖുർആൻ ഈ അടിസ്ഥാനം പറയാം. ഇത് മനുഷ്യൻ ഉൽപ്പാദിപ്പിച്ച് തുടങ്ങുന്നതിന് മുന്നേ അള്ളാഹു ഇവിടെ സംവിധാനിച്ചിട്ടുണ്ട് എന്നത് ഖുർആൻ സൂചിപ്പിക്കല്ലേ? ഇതുപോലെ പറയാൻ ഖുർആനെ കഴിയും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഏത് തരം വസ്ത്രധാരണയാണെങ്കിലും തഖ്വ എന്ന് പറയുന്ന മറ്റൊരു വസ്ത്രമുണ്ട്, ഒരു കവചമുണ്ട്. അതാണ് നിങ്ങൾക്ക് എപ്പോഴും ഖൈറെന്ന് ഖുർആൻ. ഇപ്പോൾ ഒരു വസ്ത്രം ധരിക്കുമ്പോൾ, ഉദാഹരണം, ഒരു പർദ ധരിച്ചാൽ, പർദ ഇസ്ലാമിക വേഷമായിരിക്കുമല്ലോ, പക്ഷേ തഖ്വ എന്ന് പറയുന്ന ഒരു മറ്റൊരു വസ്ത്രം നമ്മുടെ മനസ്സിലുണ്ടാവണം. പടച്ചോനെ, ഈ പർദ ധരിക്കൽ അതിന്റെ നെയ്യത്താണ് ഈ പറഞ്ഞത്. ഇതെന്റെ ഔറത്ത് മറയ്ക്കാൻ, നിന്റെ ദീനനുസരിച്ച് ജീവിക്കാൻ, അള്ളാന്റെ പൊരുത്തം കിട്ടാനാവണം. ആ ഒരു തഖ്വ, അതാണ് എപ്പോഴും നിങ്ങളുടെ കൂടെ വേണ്ടത്. വസ്ത്രധാരണം രണ്ട് രീതിയിലാണ്, ആത്മീയമായും ഭൗതികമായും, ബാഹ്യമായും ആന്തരികമായും. ഹൃദയത്തിൽ തഖ്വ എന്ന് പറയുന്ന ഒരു വസ്ത്രധാരണ, അതിന്റെ നിയ്യത്ത്, അത് മറ്റൊരു നാണം മറയ്ക്കൽ തന്നെയാണ്. അള്ളാഹു പറയുന്നു, വസ്ത്രത്തിന്റെ കഥ കേട്ടോ, ഇത് അള്ളാഹു ഉണ്ട് എന്നതിന്റെ തെളിവാണ്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അപ്പൊ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ മതത്തിന് ഏറെ പറയാനുണ്ട്. മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കുറച്ച് ഹദീസുകൾ മാത്രം പെട്ടെന്ന് പറയാം. ഹബീബ് പഠിപ്പിച്ചതെന്താ? ഇമാം നസായി അവിടുത്തെ സുനനിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, മഹാനായ സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇൽബസുൽ ബയാൽ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. റസൂലുള്ളാഹി പറയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ വെള്ള വസ്ത്രം ധരിച്ച് പതിവാക്കണം. ഫഇന്നഹാ തുഹർ, വെള്ള വസ്ത്രമാണ് പരിശുദ്ധിയേറെ നൽകുന്നത്. ഏറെ പവിത്രത പ്രദാനം ചെയ്യുന്നതും വെള്ള വസ്ത്രമാണ്. നമ്മുടെ ഉലമാ പരമാവധി വെള്ള വസ്ത്രത്തിൽ നമ്മുടെ ആലിമീങ്ങളെ കണ്ടിട്ടുള്ളൂ നമ്മളല്ലേ. സമൂഹത്തിൽ ആദരിക്കപ്പെടുന്നവരൊക്കെ മിക്കവാറും വെള്ള വസ്ത്രം. രാഷ്ട്രീയക്കാരും അത് ഏറ്റെടുത്തിട്ടുണ്ട്. വെള്ള വസ്ത്രത്തിന് പവിത്രതയുണ്ടെന്ന് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നമ്മുടെ ഈ കളറൊക്കെ കുറെ അങ്ങോട്ട് കുറയ്ക്കുകയാണെങ്കിൽ ഈ ഒരു സുന്നത്ത് കിട്ടും. വെള്ള വസ്ത്രം ധരിക്കുന്നതിന് ഒരു പ്രത്യേക സുന്നത്തുണ്ട്. ഇത് ആണുങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഇൽബസു എന്ന പ്രയോഗം തന്നെ പുരുഷന്മാരോടാണ്. വെള്ള വസ്ത്രം, ഇൽബസു എന്നത് പുല്ലിംഗ ശബ്ദമാണ്. ആണുങ്ങളെ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. വകഫിനൂ ഫീഹാ മൗതാകും, നിങ്ങളിൽ മരിച്ചവരെ കഫൻ ചെയ്യാനും വെള്ള തന്നെ ഉപയോഗിക്കുക. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ വെള്ളയ്ക്ക് ഒരു പവിത്രതയുണ്ട്. വെള്ള ധരിക്കണം. വെള്ള ധരിച്ച ഒരു കാര്യം ലാഭവും കൂടിയാണ്. 2 മതി, 10 സ്ഥാനത്ത് ഒരുപാട് ലാഭമുണ്ട് അതിൽ. എനിക്ക് തോന്നുന്നു വിലയും കുറവുണ്ടെന്നാണ്. അപ്പൊ എന്തായാലും അങ്ങനെ ഒരു കാര്യം കൂടി അതിന്റെ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, നിങ്ങൾ വെള്ള ധരിക്കണം. ആണുങ്ങളെ, നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കണം. ഇനി കണ്ടോ മറ്റൊരു ഹദീസ്, വസ്ത്രം ധരിക്കുമ്പോൾ എങ്ങനെയാണ് ധരിച്ചു തുടങ്ങേണ്ടത്? ഇമാം തുർമുദിയുടെ ജാമിഉൽ കാണാം,
മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയാണ്, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ലബിസ ഖമീസ, ഖമീസാണ് നീളം കുപ്പായമാണ് ധരിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഷർട്ട് ആവട്ടെ, നമ്മളൊക്കെ ഷർട്ട് ധരിക്കാം, ജുബ്ബ ധരിക്കാം, ഖമീസ് ധരിക്കാം, ഏതായാലും കൈ രണ്ടും കടത്തിയിട്ടിട്ടാണല്ലോ വസ്ത്രം ഇന്ന് പൊതുവെ കാണപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ ഉംറയുടെ വസ്ത്രമായിരിക്കണം, അത് പിന്നെ കൈയിടാനൊന്നുമില്ല, ഇഹ്റാമിന്റെ വസ്ത്രം. ഹബീബായ പ്രവാചകൻ ഖമീസ് ധരിക്കുമ്പോൾ ആദ്യം വലത്തെ കൈ കടത്തിയിട്ട വലത് ഭാഗം കൊണ്ട് തുടങ്ങും. നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? ഷർട്ട് ഇടുമ്പോൾ എന്റെ സഹോദര, നീ വലത്തെ കൈ കടത്തിയിട്ട് ആദ്യം ബിസ്മി ചൊല്ലി തുടങ്ങണം. വസ്ത്രം ധരിക്കുന്നതിന്റെ സുന്നത്ത് കിട്ടണേ, വെള്ളയായിരിക്കണം. എത്ര അശ്രദ്ധമായി കളയുന്ന ഒരു അവസരം ഇത്. വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള സമയമല്ലേ മനുഷ്യ നിനക്ക് കൂടുതലുള്ളത്? അപ്പോൾ പിന്നെ ഈ സുന്നത്തിന് എത്ര മണിക്കൂർ ചെയ്യാൻ പറ്റും നമുക്ക്? വലത് ഭാഗം കൊണ്ട് തുടങ്ങണം, വലത്തെ കൈ കടത്തണം, വലത്തെ കഫ് കടത്തണം. സഹോദരിമാർക്കും ചെയ്യാവുന്നതാണ്. ഇതായിരുന്നു ഹബീബ്, വലത് കൊണ്ട് തുടങ്ങുമായിരുന്നു. ഇനി ഒരു പുതിയ വസ്ത്രം ധരിക്കുകയാണെങ്കിലോ, ഒരു പുതിയ വസ്ത്രം, പുതിയതെന്ന് പറഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്ന് അങ്ങനെ ആ സ്റ്റിക്കറൊക്കെ പറിച്ചു കളഞ്ഞ് കവർ പൊട്ടിച്ചിട്ട് ഉപയോഗിക്കുന്ന പുതുക്കല്ല. അത് മാത്രല്ല പുതുക്കം, നമ്മൾ പറയാറില്ലേ അലക്കി തേച്ച് പുത്തനാക്കി എന്നൊക്കെ പറയാറില്ലേ, ആ പുതുക്കവും അങ്ങനെ തന്നെ. ഒരു പുതിയ വസ്ത്രം ധരിക്കുകയാണ് എങ്കിൽ ഒരു പ്രത്യേക ദിക്ർ റസൂലുള്ളാഹി ചൊല്ലാറുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം അബൂ ദാവൂദിന്റെ സുനനിൽ കാണാം ഹദീസ്. മഹാനായ അബൂ സഈദ് ഖുദരി തങ്ങൾ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്തജദ്ദ സൗബ, ഹബീബായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വസ്ത്രം ധരിക്കുകയാണെങ്കിൽ ഇസ്തജദ്ദ സൗബ, സൗബ് എന്ന പ്രയോഗം ശരീരത്തിൽ വരുന്നതിന് മുമ്പുള്ള വസ്ത്രത്തെ കുറിച്ച് അവിടെ മാറ്റി വെച്ചിരിക്കുന്ന വസ്ത്രത്തിന് സൗബ് എന്ന് പറയും. ലിബാസ് എന്ന പ്രയോഗം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞ ലിബാസു തഖ്വ ഖൈർ എന്ന് പറഞ്ഞ ഖുർആന്റെ പ്രയോഗം ശരീരത്തിൽ കിടക്കുന്ന വസ്ത്രം, ആ ശരീരത്തിൽ കിടക്കൽ കൊണ്ട് മാത്രമല്ല അതിന്റെ ആത്മീയ ധർമ്മം പൂർത്തീകരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ തഖ്വ എന്ന് പറയുന്ന മറ്റൊരു വസ്ത്രബോധവും നിങ്ങൾക്കുണ്ടാവണം. അതാണ് ഖൈർ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പൊ ലിബാസും സൗബും എന്ന രണ്ട് പ്രയോഗത്തിന് രണ്ട് അർത്ഥങ്ങളാണുള്ളത്. ഹബീബായ നബിതങ്ങൾ ഒരു പുത്തൻ വസ്ത്രം ധരിക്കുകയാണെങ്കിൽ, അത് അലക്കി പുതുതാക്കി വെച്ചിരിക്കുന്ന വസ്ത്രം അത് അവിടെ നിന്ന് എടുത്തിങ്ങ് ധരിക്കുകയാണെങ്കിൽ, നിലവിൽ ശരീരത്തിൽ അണിയാത്ത വസ്ത്രത്തെ കുറിച്ചാണ് സൗബ് എന്ന് പ്രയോഗിക്കുന്നത്. അങ്ങനത്തെ ഒരു വസ്ത്രമാണ് അള്ളാഹുവിന്റെ ഹബീബ് ധരിക്കുന്നത് എങ്കിൽ ഹബീബായ നബിതങ്ങൾ ആ പുതുവസ്ത്രം ധരിച്ചു തുടങ്ങുമ്പോൾ ബിസ്മി ചൊല്ലും, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആ വസ്ത്രം അത് മെയിൻ ഡ്രസ് തന്നെ ആവണമെന്നില്ല. ഇമാമത്തൻ, അതൊരു തലപ്പാവാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു കമീസാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു തട്ടനാണെങ്കിൽ പോലും, അതായത് ഇന്നർ ബനിയൻ, അതിന്റെ മുകളിലിടുന്ന ഡ്രസ്, ഓരോ വസ്ത്രം ഏതേത് വസ്ത്രമായാലും അവിടുന്ന് ബിസ്മി ചൊല്ലുമായിരുന്നു. യഖൂലു, അത് കഴിഞ്ഞിട്ട് ഈ ദിക്ർ പറയുമായിരുന്നു, അല്ലാഹുമ്മ ലക്കൽ ഹംദു അൻത കസൗതനീ അസ്അലുക ഖൈറഹു വ ഖൈറ മാ സുനിഅ ലഹു വഅഊദു ബിക മിൻ ശർരിഹി വശർരി മാ സുനിഅ ലഹു. ഈ ദിക്റിന്റെ മറ്റൊരു രൂപവും കാണാൻ പറ്റും. അല്ലാഹുമ്മ ലക്കൽ ഹംദു കമാ കസൗതനീഹി എന്ന് കമയുണ്ട്, അൻത കസൗതനീഹി എന്നതിന്റെ പകരം കമാ കസൗതനി. ഏതായാലും ആ ദിക്ർ ഒന്ന് പഠിച്ചു വെക്കുന്നല്ല, ഞാൻ ഒന്നും കൂടി പറഞ്ഞു തരാം. ആ ദിക്ർ اللهم لك الحمد أنت كسوتني أسألك خيره وخير ما صنع له وأعوذ بك من شره وشر ما صنع له. അപ്പൊ ഈ രണ്ട് ദിക്റുകളോട് കൂടിയ വസ്ത്രധാരണ, ബിസ്മിയോട് കൂടിയ വസ്ത്രധാരണ, അതുപോലെ തന്നെ നെയ്യത്തോട് കൂടിയ വസ്ത്രധാരണ നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. ഇതൊരു ഇബാദത്താ മനുഷ്യന്മാരെ. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതായാലും കണ്ടോ, ഇനി തലമറയ്ക്ക എന്നതൊരു പ്രത്യേക സുന്നത്താണ്. തലമറയ്ക്ക പുരുഷനായാൽ വേണം തലയിൽ കെട്ട് എന്നാണ് സയ്യിദുനാ അലിയെ തൊട്ട്. ആണത്തത്തിന്റെ പ്രതീകമാണ് തലമറയ്ക്ക എന്ന് പോലും മഹത്തുക്കൾ ചിന്തിച്ചിട്ടുണ്ട്. ആൺകുട്ടിയാണെങ്കിൽ അവന്റെ തലയിൽ ഒരു കെട്ടുണ്ടാവുന്നു. നമ്മുടെ പഴയ കാലത്ത് ശുജായികൾ എന്ന് പറയാവുന്ന നമ്മുടെ കാരണവന്മാർക്കൊക്കെ ഒരു തോർത്തുണ്ടായിരുന്നു, അല്ലേ? അല്ല, ഭാരം പിടിച്ച പണി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അവൻ തലയിലൊരു കെട്ടൊരു തോർത്ത് വെച്ചൊരു കെട്ടുണ്ട്. അല്ലെങ്കിലും ചില ചട്ടമ്പികളെ സൂചിപ്പിച്ചുകൊണ്ട് അവന്റെ നെറ്റിയിൽ ഒരു കർച്ചീഫ് കെട്ടുന്ന ഒരു പ്രകൃതം, ഒരു സങ്കല്പം നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ട്. ഏതായാലും തലയിൽ കെട്ടുക എന്നത് അതൊരു ആണത്തത്തിന്റെ ലക്ഷണമാണ്. അലൈക്കും ബിൽ അമായിം,
ഹബീബ് പഠിപ്പിച്ചതൊരു മഹത്വത്തിന്റെ സൂചനയും കൂടിയാണ്. നിങ്ങൾ തലമറച്ച് നടക്കണം. തലമറച്ചിട്ട് നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് തല മറയ്ക്കാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാളും 70 ഇരട്ടി കൂലിയും കൂടിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. എന്തിനാ വെറുതെ കളയുന്നത്? അലൈക്കും ബിൽ അമായിമി, നിങ്ങൾ തലമറച്ച് ശീലിക്കണം. കാരണം ഫഇന്നഹാ സിമാഉൽ മലായിക, മലക്കുകളുടെ ചിഹ്നമാണ് തലപ്പാവ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. മലക്കുകളുടെ ചിഹ്നം അധികാരത്തെ സൂചിപ്പിക്കും. നിങ്ങളോട് മറ്റുള്ളവർക്ക് ബഹുമാനം തോന്നും. മലക്കുകളുടെ ചിഹ്നമാണ് തലപ്പാവ്. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. മലക്കുകളുടെ ചിഹ്നം എന്ന് പറഞ്ഞല്ലോ, സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം ബദറിലേക്ക് വരുമ്പോൾ ധരിച്ചിരുന്ന തലപ്പാവിന്റെ നിറം കറുപ്പായിരുന്നു. ആ കറുത്ത തലപ്പാവിന്റെ തിളക്കം കണ്ട ഇബ്ലീസ് പിന്നോട്ട് പോയത്. وَإِذْ زَيَّنَ لَهُمُ الشَّيْطَانُ أَعْمَالَهُمْ وَقَالَ لَا غَالِبَ لَكُمُ الْيَوْمَ مِنَ النَّاسِ وَإِنِّي جَارٌ لَكُمْ. ഇബ്ലീസ് അബൂജഹലിന്റെയും ഉത്ബത്തിന്റെയും ഷൈബത്തിന്റെയും ഉമ്മയ്യത്തിന്റെ ഒക്കെ കൂടി എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളെ സഹായിക്കാം. നജദിൽ നിന്നും വന്ന ഒരു വൃദ്ധന്റെ കോലത്തിലാണ് ഇബ്ലീസ് ബദറിൽ വന്നത്. മുന്നിൽ നിന്ന് നയിച്ച ഇബ്ലീസ് പെട്ടെന്ന് പിന്നിലേക്ക് പോയി. കാരണം ഫലമ്മാ തറാഅത്തിൽ ഫിത്താനി, രണ്ട് സംഘവും ഇങ്ങനെ കണ്ടുമുട്ടിയപ്പോൾ ഇബ്ലീസ് പിന്നോട്ട് ചാടി. വഖാല ഇന്നി ബരീഉം മിൻകും, നിങ്ങളിൽ നിന്നും ഞാൻ ഒഴിവാണ് അബൂജഹലെ ഉത്ബത്തെ. കാരണമുണ്ട്, ഇന്നി അറാ മാ ലാ തറൂൻ, നിങ്ങൾ കാണാത്തവരെ ഞാൻ കണ്ടുകൊണ്ടിരിക്കാം. ആരാ? നക്ഷത്ര തുല്യരായ ബദരീങ്ങളായ മലക്കുകൾ തലപ്പാവും ധരിച്ചിട്ട് ഇറങ്ങാം. ജിബ്രീലിന്റെ തലപ്പാവ് കറുപ്പായിരുന്നു. നേതൃത്വമാണ് കറുപ്പ്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫതഹിന് തലയിൽ വെച്ച തലപ്പാവിന്റെ നിറം കറുപ്പായിരുന്നു എന്ന ഹദീസ്. നേതൃത്വമാണ്, നേതാവിൻ്റെത് കറുപ്പായിരുന്നു. നിങ്ങൾ കാണാത്തൊരു സംഘത്തെ ഞാൻ കാണുന്നുണ്ട്. ഇബ്ലീസിന് വെറുപ്പുള്ളത് ആ തലമറയ്ക്ക എന്നത് ഇബ്ലീസ് വെറുക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇബ്ലീസ് ഉണ്ടാവാൻ സാധ്യതയുള്ളതൊക്കെ തലമറയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണം, ശൗചാലയത്തിൽ പോകുമ്പോൾ മലമൂത്ര വിസർജന നേരത്ത് തലമറയ്ക്കണം. മൂപ്പരുടെ ഒരു പ്രധാന താവളമാണ് അവിടെ. എനിക്ക് തലപ്പാവ് ധരിച്ചവരെ കണ്ടാൽ അസഹ്യമായ ദേഷ്യമാണ്. ഞാൻ അവരെ കാണുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ല. ഇന്നി അറാ മാ ലാ തറൗന ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹനെ എനിക്ക് പേടിയാ. അല്ലാഹനെ കുറിച്ച് നിങ്ങൾക്ക് അറിയോ? എനിക്കറിയാം. അല്ലാഹുവിനെ കുറിച്ച് എനിക്കറിയാം. എനിക്ക് അല്ലാഹുവിനെ പേടിയാ. ഇന്നി അഖാഫുല്ലാഹ്, അല്ലാഹുവിനെ എനിക്ക് പേടിയാ. അല്ലാഹു നല്ലോണം ശിക്ഷിക്കുന്നവനാണ്, നല്ല പെട തരും അല്ലാഹു. ഇബ്ലീസ് ഈ തലപ്പാവിന്റെ തിളക്കം കണ്ട് പുറകോട്ട് പോയവനാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലപ്പാവ് ധരിക്കുക അത് മലക്കുകളുടെ ചിഹ്നമാണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. തല മറയ്ക്ക, തലപ്പാവ് ധരിച്ചില്ലെങ്കിലും ഒരു തൊപ്പിയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കർച്ചീഫെങ്കിലും തല മറച്ച് കൊണ്ട് നടക്കുന്ന ഒരു പ്രകൃതം നമ്മുടെ ആണുങ്ങൾക്ക് വേണം. സഹോദരിമാര് അവര് പുറത്തേക്ക് പോകുമ്പോ പറയണം, മനുഷ്യ പള്ളി പോകണ്ടോ? പോകുന്നുണ്ടെങ്കിൽ തല മറയ്ക്കാൻ എന്താ എടുത്തിരിക്കുന്നത്? എന്തിനാ പെങ്ങളെ ആ സുന്നത്ത് അയാൾ ചെയ്യുമ്പോ ആ കൂലി നിനക്ക് വേണ്ടേ? നീ ഒരു കർച്ചീഫ് അതിനു വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി മക്കളോടൊക്കെ പറയാം, വാപ്പാടെ കർച്ചീഫ് പള്ളി പോകുമ്പോൾ ഉപയോഗിക്കുന്ന എന്നൊക്കെ പറഞ്ഞ് അവര് അതിലെടുത്ത് ഉപയോഗിക്കാതെ അതിനൊരു പവിത്രത കണ്ട് വാപ്പാക്ക് തലമറയ്ക്കാനുള്ള സംവിധാനം ഉമ്മ തന്നെ കൊടുക്കുക. പള്ളി പോകുന്ന പ്രകൃതം കൊണ്ട് ഇത് തലമറയ്ക്കാൻ കൊണ്ടുപോയെന്ന് നിർബന്ധിക്കുക. അദ്ദേഹത്തെ തലമറച്ച് നിസ്കരിക്കുമ്പോൾ സാധാരണ നിസ്കാരത്തിന്റെ 70 ഇരട്ടി കിട്ടുന്ന കൂലിയിൽ ഒരു വിഹിതം നിനക്കും കിട്ടൂലേ? അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. എന്തിനാ വെറുതെ കളയുന്നത്? മഹ്ദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അസ്മാ റളിയല്ലാഹു അൻഹ, അതായത് ആയിഷ ബീവിയുടെ ജ്യേഷ്ഠത്തി അസ്മാ റളിയല്ലാഹു അൻഹ, ഇമാം അബൂദാവൂദിന്റെ സുനനിലുണ്ട് ഹദീസ്. പ്രായപൂർത്തിയോട് അടുത്ത ഒരു സമയം, ആ ഒരു പ്രായം, കളിച്ച് തിരിച്ചിരിച്ച് നടന്ന പൊന്നുമോള് അസ്മാ റളിയല്ലാഹു അൻഹ ചില്ലറക്കാരിയല്ല. ഹിജ്റ പോകുന്ന നേരത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹയിൽ അഭയം പ്രാപിച്ചപ്പോ അവിടെ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ കൊടുത്ത് പുന്നാര നബി തങ്ങളുടെ സ്നേഹം സമ്പാദിച്ചൊരു മോള അസ്മാ റളിയല്ലാഹു അൻഹ, ആയിഷ ബീവിയുടെ സഹോദരി, കൊച്ചുമോള. ഹബീബായ നബിയുടെ അടുക്കൽ എപ്പോഴും വരാറുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, കളിയും തമാശയും. പക്ഷേ കുട്ടി പ്രായപൂർത്തിയോടടുത്തപ്പോൾ
ആ വസ്ത്രധാരണത്തിൽ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇടപെടുകയാണ്. ഒരു കുട്ടികൾ എന്നുള്ള രീതിയിൽ നമ്മുടെ പെൺമക്കളും ആൺമക്കളും വളർന്നു വരുന്നതൊന്നും ശ്രദ്ധിക്കാറില്ല. ഇപ്പൊ കാണാൻ ആൺമക്കൾ വലിയ ചെക്കന്മാരാ, അവര് ബർമുഡ ഇട്ടുകൊണ്ട് റോട്ടിൽ വരും. അവൻ വണ്ടി ഓടിക്കും, ഉമ്മ പുറയിലിരുന്ന് ഇങ്ങനെ പോരും. സത്യത്തിൽ അവന്റെ മുട്ടിന്റെയും പൊക്കിളിന്റെയും ഇടയിലുള്ള ഭാഗം ബർമുഡ ധരിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും മറയുന്നില്ല. ആ ഹറാമാണ് അവൻ കാണിക്കുന്നത്. തൊട കാണിക്ക, ആ വസ്ത്രം നമ്മുടെ വസ്ത്രമല്ല. അസ്മാന, നമുക്കെല്ലാവരും കുട്ടികളല്ലേ, അത് പറ്റൂല. ആ ബർമുഡ സംവിധാനം നമ്മുടേതല്ല. അസ്മ റളിയല്ലാഹു അൻഹ കുട്ടിത്തത്തിലാണ്. വസ്ത്രധാരണത്തിൽ പ്രായപൂർത്തിയോടടുത്തു എന്ന പരിധിയെ റസൂലുള്ളാഹി ശ്രദ്ധിച്ചു. പൊന്നുമോളോട് പറഞ്ഞു, മോളെ പ്രായപൂർത്തിയോടടുത്ത് വരുന്ന മോളോട് പോലും മുൻകൈയും മുഖവും ഒഴിച്ചുള്ളത് മറച്ചേ പറ്റൂ. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മക്കള് വലുതാകുന്നത് നമ്മൾ അറിയുന്നില്ല. അവരുടെ വീട്ടുവസ്ത്രത്തിൽ പോലും നിയന്ത്രണം വേണമെന്നാ പഠിപ്പിച്ചത്. നീ കണ്ടോ, വസ്ത്രധാരണത്തിൽ ഒരു മനുഷ്യന്റെ മനസ്സിന്റെ നീയത്ത് അവന്റെ വസ്ത്രധാരണത്തിന്റെ പ്രതിഫലത്തെ നിശ്ചയിക്കുന്നു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ. വലിബാസു തഖ്വ ഖൈറുൻ, വലിബാസു തഖ്വ ദാലിക ഖൈർ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഹൃദയത്തിന്റെ അകത്ത് വരുന്ന വിശുദ്ധി വസ്ത്രധാരണത്തിന്റെ പ്രതിഫലത്തെ നിശ്ചയിക്കുന്നു. ആ വിശുദ്ധമായ ചിന്തയാവണം വസ്ത്രധാരണത്തിന്റെ അടിസ്ഥാനമായി കാണേണ്ടത് എന്ന് ഖുർആൻ പറഞ്ഞ ആ ഭാഗത്തേക്ക് നമുക്ക് കടന്നു വരാം. ഇന്ന് പുതിയ വസ്ത്രധാരണമുണ്ട്. വസ്ത്രം ഇട്ടിട്ടുണ്ടോ? ഇട്ടിട്ടുണ്ട്. ഷെയ്പ്പ് ചെയ്ത്, ഷെയ്പ്പ് ഇല്ലെങ്കിൽ തന്നെയും ഒരുപാട് ലൂസ് ഉള്ളതാണെങ്കിലും വാഹനത്തിലൊക്കെ പോകുമ്പോൾ അത് കാറ്റടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഷെയ്പ്പ് ആവുന്നു. അതൊരു പ്രശ്നമാക്കുന്നില്ല, അതിനോട് വലിയ പരിഗണന കൊടുക്കുന്നില്ല എന്ന അവസ്ഥ ഉണ്ടെങ്കിൽ, സിൻഫാനി മിൻ ഉമ്മത്തി, എന്റെ സമുദായത്തിലെ രണ്ട് വിഭാഗം, ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവരെ കാണാതിരിക്കട്ടെ. ഞാൻ എന്റെ കണ്ണുകൊണ്ട് അവരെ കണ്ടിട്ടില്ല, കാണാതിരിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രണ്ട് വിഭാഗത്തെയാണ് പറഞ്ഞിട്ട് എനിക്ക് കാണണ്ടവരെ എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള അവതരണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രണ്ട് പാർട്ടിയോട് അത്ര കണ്ട് ഒരു അമർഷമുണ്ടെന്ന് ചുരുക്കം. അതിൽ രണ്ടാമത്തെ പാർട്ടിയെ നമുക്ക് പരിചയപ്പെടാം. നിസാഉൻ കാസിയാത്തുൻ, നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ. വസ്ത്രം ധരിച്ചിട്ട് ചെരിഞ്ഞും ചാഞ്ഞും നടക്കുന്നു, മറ്റുള്ളവൻ തന്നെ ശ്രദ്ധിക്കണം എന്ന് ചിന്തിക്കുന്നു. അങ്ങനത്തെ സ്ത്രീകൾ. മുമീലാത്ത്, ആണുങ്ങളുടെ കഴുക കണ്ണിനെ തന്നിലേക്ക് പിടിച്ചു വലിക്കുന്ന പെണ്ണുങ്ങൾ. മുമീലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖത്തിൽ മായില, ചാഞ്ഞും ചെരിഞ്ഞും പോകുന്ന ഒട്ടകത്തിന്റെ മുതുകിലെ പൂഞ്ഞ പോലെ. മുടി പോലും ഇങ്ങനെ കെട്ടിച്ചുരുട്ടി വെച്ചിരിക്കുന്നു, എല്ലാം ഷെയ്പ്പ് ചെയ്യുന്നു എന്ന് ചുരുക്കം. അങ്ങനത്തെ വസ്ത്രധാരണമുള്ള പെണ്ണ് ലാ യദ്ഖുലുൽ ജന്ന, അവൾ ഒരിക്കലും സ്വർഗത്തിലേക്ക് ഇല്ലേ ഇല്ല. നരകത്തിൽ പോലും നരകാവകാശിക്ക് കിട്ടുന്ന ഒരു ചെറിയ ആനുകൂല്യമാണ് സ്വർഗത്തിന്റെ മണം ഇടക്ക് കിട്ടും. ഇവളെ സംബന്ധിച്ചിടത്തോളം വലാ യജിദ്ന റീഹഹ, സ്വർഗത്തിന്റെ പരിമളം പോലും കിട്ടൂല. സ്വർഗത്തിന്റെ പരിമളം സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്ക് ഇടക്ക് ചെല്ലാറുണ്ട്, കിലോമീറ്ററുകളോളം ചുറ്റും. ഒരുപാട് അകലങ്ങളിലേക്ക് നരകത്തിന്റെ അകത്താണെങ്കിൽ പോലും സ്വർഗത്തിന്റെ പരിമളം എത്തുന്നോടത്തല്ല ഇവളുള്ളത്. ഇവളിങ്ങനെ വസ്ത്രം ധരിച്ചോ, ഇവളെ മാറ്റി ദൂരേക്ക് പറഞ്ഞയക്കും. നരകത്തിൽ പോലും അവൾ ഒരുപാട് അകലെയായിരിക്കും. സ്വഹീഹ് മുസ്ലിമിൽ ഈ ഹദീസ് കാണാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ ആണുങ്ങൾക്ക് കാണാം വസ്ത്രം ഇങ്ങനെ വലിച്ചഴച്ച് നടക്കുക. അതൊരു കിബറിന്റെ ഭാഗമായി തുടങ്ങി. അത് വലിയ വലിയ ആളുകളൊക്കെ അങ്ങനെ ചെയ്യാന്നൊരു തോന്നലുണ്ട്. അങ്ങനെ വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്ന ആളുകൾ, വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്ന ആളുകൾ കിബർ മുഖേനയാണെങ്കിൽ ഒരിക്കലും അള്ളാഹു അവന്റെ ഭാഗത്തേക്ക് നോക്കന്നേയില്ല. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവന് ഉണ്ടാവില്ല. ഇന്നത്തെ പാൻറ്റും കാര്യങ്ങളൊക്കെ കണ്ണങ്കാലം വിട്ട് താഴത്തേക്കാണ്, അതിന്റെ മുകളിൽ വന്ന ഒരു വൃത്തികേടാ. അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ നോട്ടം അവർക്കില്ല. വസ്ത്രം വലിച്ചിഴച്ച് നടക്കുന്നവർക്ക് ഈ ഹദീസ് സ്ത്രീകളെ പോലും ഭയപ്പെടുത്തിയിരുന്നു. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയാണ്,
ഹബീബിനോട് ഞാൻ ചോദിച്ചു, പ്രിയ പത്നിയാണല്ലോ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫകൈഫ തസ്നഉ നിസാഉ ബിദുയൂലിഹിന്ന, സ്ത്രീകളും എന്താ ചെയ്യേണ്ട നബിയെ? വസ്ത്രം കണങ്കാലിന്റെ മുകളിലേക്ക് ഉയർത്തണമെന്നാണ് അങ്ങ് ഉദ്ദേശിക്കുന്നത്? അല്ല ഉമ്മു സലമ, യുർഖീന ശിബ്റാ, ഒരു ചാൺ സ്ത്രീ ഇറക്കിയിടട്ടെ, അവളുടെ വസ്ത്രത്തെ ഒരു ചാൺ ഇറക്കിയിടട്ടെ. ഹബീബായ നബി തങ്ങളോട് മഹ്ദി അവറുകൾ പറഞ്ഞു, ഒരു ചാൺ ഇറക്കിയിട്ടാൽ നബിയെ ഒന്ന് പെട്ടെന്ന് പെണ്ണ് നടന്നു പോവാണെങ്കിൽ ആ വസ്ത്രം ഒന്ന് മുകളിലേക്ക് ഉയരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞെന്നാൽ ഒരു ചാണല്ല, ഒരു മുഴമവൾ ഇറക്കിയിടട്ടെ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ആണുങ്ങളോടാണ് പറഞ്ഞത്, കണങ്കാലിന്റെ താഴേക്ക് ഇറങ്ങാതെ പരമാവധി ശ്രദ്ധിക്കണം. നമുക്കൊക്കെ പറയാനുണ്ടല്ലോ, നമ്മുടെ വസ്ത്രം ആണുങ്ങളാണ് മുണ്ട് ധരിക്കുന്നത്. മുണ്ട് ധരിക്കുന്നത് എങ്ങനെയാ? ആണുങ്ങളുടെ മുണ്ട് ഇടത്തേക്കാണ് മുണ്ടുടുക്കുക. ഒരു മുസ്ലിമിന്റെ രൂപം അങ്ങനെ. എന്താ ഉസ്താദേ, മുസ്ലിങ്ങൾ പൊതുവെ വലത്തേക്കല്ലേ, എന്താ ഇടത്തേക്ക്? മുണ്ട് ഉടുത്ത് തുടങ്ങുന്നത് വലത് ഭാഗത്തേക്കായിരിക്കണം. അപ്പൊ ഫസ്റ്റ് ഇങ്ങോട്ട് വലത്തേക്ക് പോണം. തുടക്കം വലത് കൊണ്ട് തുടങ്ങി, അപ്പൊ സ്വാഭാവികമായും അവസാനിക്കുന്നത് ഇടത്തേക്കായിരിക്കും. മയ്യത്തിന്റെ കഫൻ പുടവ പൊതിയുന്ന രൂപമായിരിക്കണം ജീവിച്ചിരിക്കുന്ന മനുഷ്യൻ ഉടുമുണ്ടുടുക്കുക. തുഹ്ഫയിലുണ്ട് ഈ വിഷയം. അപ്പൊ ഇടത്തേക്ക് മുണ്ട് കോന്തല അവസാനിക്കുന്ന പ്രകൃതമായ രീതിയിലുള്ള വസ്ത്രധാരണം. സാധാരണ എന്റെ ഓർമ്മയില് മുണ്ടുടുക്കുന്ന രീതിയിൽ ഇടപെട്ട് പഠിപ്പിച്ചു തന്നത് എന്റെ ഉമ്മയാണ്, മുണ്ടുടുത്ത ആളല്ല. ഇടത്തേക്കാണ് മുസ്ലിങ്ങളുടെ മുണ്ട് അവസാനിക്കാന്നാ പറയാം. ആ രീതിയൊക്കെ പുതിയ മക്കളെയൊക്കെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് എന്റെ സഹോദരിമാരുടെ വിഷയത്തിൽ ഇടപെടണം. ഇടത്തേക്ക് മുണ്ട് വന്ന് അവസാനിക്കണം, ഇങ്ങനെ ഇടതുവശത്തേക്ക് വരണം. ആ രീതിയിൽ പഠിപ്പിക്കുമ്പോൾ കണങ്കാല് വിട്ട് താഴേക്ക് വസ്ത്രം പോവാതെയും മക്കളെ ഉപദേശിക്കണം, പഠിപ്പിക്കണം. പുതിയ മക്കളൊക്കെ മുണ്ടുടുത്ത് പഠിക്കട്ടെ. നല്ല വസ്ത്രമല്ലേ മുണ്ട്? കേരളീയന്റെ സ്വഭാവം എന്ന് തന്നെ അതിന് പറയാൻ പറ്റൂല. നല്ലൊരു സംസ്കാരമാണ് മുണ്ട് സംവിധാനം. മുണ്ട് മടിക്കുത്തി നടക്കാ ചട്ടമ്പി സ്വഭാവം അത് കൊള്ളൂല. അള്ളാഹു നമുക്ക് ഒരു തസ്കിയത്ത് തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഏതായാലും ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വസ്ത്രധാരണത്തിൽ ഇടപെടുന്നുണ്ട്. ഇനി ചില മനുഷ്യന്മാരുണ്ട്, അവർക്ക് നല്ല സാമ്പത്തികവും നല്ല നിഅമത്തൊക്കെ ഉണ്ട്, പക്ഷെ അവനാ കീറി പറഞ്ഞിട്ടുണ്ടോ നടക്കുള്ളൂ. വസ്ത്രത്തെ ഒന്നും വലിയ ബഹുമാനമല്ല. വസ്ത്രം തന്റെ ശരീരത്തിൽ വരുന്നതിന്റെ ആദരണീയത്വം അവനറിയില്ല. വസ്ത്രം വൃത്തിയുള്ളതാവണം. നമ്മുടെ ശരീരത്തിൽ മുഷിഞ്ഞു എന്നോർത്ത് എവിടോ മുഷിഞ്ഞ വസ്ത്രം ധരിക്കല്ലേ, വൃത്തിയില്ലാത്ത ധരിക്കല്ലേ, ദുർഗന്ധമുള്ളത് ധരിക്കല്ലേ. മഹാനായ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മൻ നദഫ സൗബുഹു ഖല്ല ഹമ്മുഹു. ഒരാളുടെ വസ്ത്രം വൃത്തിയുള്ളത്, അഴുക്കില്ലാത്ത വസ്ത്രമാണെങ്കിൽ അവന്റെ നീറുന്ന ചിന്തകളൊക്കെ ഒഴിഞ്ഞു മാറും. ഒരു സൈക്കോളജി അതിന്റെ പിന്നിലുണ്ട്. മനഃശാസ്ത്രപരമായി അങ്ങനെ ഒരു ഗുണമുണ്ട്. വൃത്തിയുള്ള വസ്ത്രം ധരിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെ നീറുന്ന ചിന്തകൾ ഒഴിവായി കിട്ടും. ഇനി കുറച്ച് സുഗന്ധവും കൂടി ആ മനുഷ്യൻ ശരീരത്തിൽ പുരട്ടാണെങ്കിൽ, ഇത് ആണുങ്ങളുടെ കാര്യമുണ്ട് സുഗന്ധം പുരട്ടുന്ന കാര്യം പറയുന്നു. പെണ്ണുങ്ങളാണെങ്കിൽ അവർക്ക് പരിമിതപ്പെടുത്തപ്പെട്ട ഭാഗങ്ങളിൽ മാത്രം, ആ ഒരു പ്രദേശത്ത് മാത്രം അവരുടെ സുഗന്ധപൂരിതമായ അവസ്ഥ ഉണ്ടാക്കുക. അവരുടെ കുടുംബങ്ങളിൽ ഭർത്താക്കന്മാരുടെ മുമ്പിലേക്ക് വസ്ത്രം നല്ലതാണെങ്കിൽ, അഴുക്കില്ലാത്താണെങ്കിൽ അവന്റെ നീറുന്ന ചിന്തകൾ ഒഴിവായി കിട്ടും. ഇനി ആ വസ്ത്രം, നല്ല വസ്ത്രം ധരിച്ചതിന്റെ പുറമെ കുറച്ച് സുഗന്ധവും കൂടിയായാൽ ഇമാം ശാഫിഈ പറയുന്നു, അവന്റെ ചിന്തയും ബുദ്ധിയും വർദ്ധിക്കുമത്രേ. വസ്ത്രത്തിന് വൃത്തി വേണം, ഭംഗി വേണം. വസ്ത്രത്തിന് ഭംഗി വേണം. ഹബീബായ നബി തങ്ങളുടെ മുന്നിൽ ഒരു മനുഷ്യൻ വരികയാണ്. മഹാനായ അബുൽ അഹ്വസ് ഔഫ് ബിൻ മാലിക് അൽ-ജുസമി തങ്ങൾ പറയുന്ന അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്ന് നിവേദനം. അദ്ദേഹത്തിന്റെ പിതാവ് സ്വഹാബിയാണ്. മഹാനവറുകൾ പറയാണ്, ഞാൻ ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ചൊല്ലുന്നു. ജീവിക്കാൻ ഒരുപാട് നിഅമത്തൊക്കെ ഉള്ള ചുറ്റുപാടുള്ള ആളാണ് ഞാൻ. ചൊല്ലുമ്പോൾ എന്റെ ശരീരത്തിലുള്ളത് വളരെ വില കുറഞ്ഞ, വില ഉള്ളതിരുന്നല്ല, വളരെ നിലവാരമില്ലാത്ത ഒരു വസ്ത്രധാരണയുമായി ഞാൻ ചൊല്ലുകയാണ്. ഹബീബായ നബി തങ്ങൾ എന്നോട് ചോദിച്ചു, അല്ല കമാൽ, മോനെ നിനക്ക് പണമില്ലേ?
ഉണ്ട് നബിയെ, എനിക്ക് പണമുണ്ട്. ഖുൽതു നഅം. ഖാല മിൻ അയ്യിൽ മാൽ, എന്തൊക്കെ മുതലാ നിനക്കുള്ളത്, എന്തൊക്കെ സമ്പത്താ ഉള്ളത്? മിൻ കുല്ലിൽ മാലി ഖദ് അഅതാനി അല്ലാഹു മിനൽ ഇബ്ലി വൽ ബഖരി വൽ ഗനമി വൽ ഖൈലി വൽ റഖീഖ്. ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, കൃഷിയിടങ്ങളുണ്ട്, പശുവുണ്ട്, ആടുണ്ട്, അടിമകളുണ്ട്, ഒരുപാട് തൊഴിലാളികൾ എന്റെ കീഴിൽ പണിയെടുക്കുന്നുണ്ട്. ഞാൻ തരക്കേടില്ല നബിയെ, അല്ലാഹു എല്ലാ നിലക്കുമുള്ള സമ്പത്ത് എനിക്ക് തന്നിട്ടുണ്ട്. ഉണ്ടോ? റബ്ബ് എനിക്ക് ഒരുപാട് സമ്പത്ത് തന്നിട്ടുണ്ട് നബിയെ. എന്നാൽ ഫൈദൻ അതാകല്ലാഹു അതാകല്ലാഹു മാല ഫൽയുറാസറു നിഅമത്തില്ലാഹി അലൈക വകറാമത്തുഹു. എന്നാൽ നിന്റെ ജീവിതത്തിൽ അല്ലാഹു തന്ന നിഅമത്തിന്റെ അടയാളം റബ്ബ് ഒന്ന് കാണട്ടടാ. നല്ലൊരു വസ്ത്രം ധരിക്ക്, നല്ലൊരു വസ്ത്രം ധരിക്ക്, വൃത്തിയിൽ നടക്ക്. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇനി വസ്ത്രത്തെ ആദരിക്കണം. വസ്ത്രം നമ്മുടെ റിസ്ഖാണ്, നമ്മുടെ ഭക്ഷണം പോലെ തന്നെ ആദരണീയമാണ് വസ്ത്രം. വസ്ത്രത്തെ ആദരിക്കണം. എങ്ങനെ ആദരിക്കണം? ഐഷാ റളിയല്ലാഹു അൻഹ പറയുന്നത്, ഇന്ന് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വസ്ത്രം അവർക്ക് ഒരു വിഷയമല്ല. ഒരു പ്രോഗ്രസ് കാർഡ് ഒപ്പിടാൻ പോയി കഴിഞ്ഞാൽ അന്നിട്ടത് അടുത്ത ദിവസത്തെ കല്യാണത്തിന് ഇടൂല. ഒരു പർദ്ദയാണെങ്കിൽ എൻ്റെ സഹോദരി അതിനും ഇതിനൊക്കെ ഇടാലോ. പ്രത്യേകിച്ച് ഡിസൈനും കളറും ഇല്ലാത്തതാണെങ്കിൽ എല്ലാത്തിനും ഇടാം. ഒരു മാസമൊക്കെ കൂടുമ്പോൾ അടുത്ത പർദ്ദ ഇട്ടാൽ മതി, എല്ലാത്തിനും ഇടാം. ഇത് ഈ ചുവന്ന ചുരിദാർ ഈ ആവശ്യത്തിനിട്ട അടുത്ത വെള്ള ചുരിദാർ പിന്നെ അടുത്ത ആവശ്യത്തിനിടാം. അങ്ങനെ ഓരോ കളർ ചേഞ്ചിങ് വേണം, അല്ലാതെ സമ്മതിക്കില്ല. അപ്പൊ എത്ര വസ്ത്രവാരി കൂട്ടാം. എന്നിട്ടോ അതൊക്കെ ഒരു എന്താ പറയാ, ഒരു പരിധിയില്ലാതെ കത്തിച്ച് കളയാ, ഉപേക്ഷിച്ച് കളയാ. ഒരു വസ്ത്രം കീറിയാൽ അത് തുന്നാതെ ഉപയോഗിക്കുന്ന ശീലമുണ്ടെങ്കിൽ അവന് സ്വർഗം കിട്ടാൻ പാടാ. ഒരു വസ്ത്രം, മഹാനായ സമസ്തയുടെ പ്രസിഡന്റ് കാളമ്പാടി ഉസ്താദിന്റെ ഡ്രസ്സ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഈ ഭാഗത്ത് കീറിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. മഹാനായ കോയക്കുട്ടി മുസ്ലിയാരുടെ വസ്ത്രധാരണം. ഇവരൊക്കെ വസ്ത്രം വാങ്ങാൻ കഴിവില്ലാത്തവർ. അവരുടെ ശിഷ്യന്മാരെ 50 പൈസ പിരിവ് വെച്ച് കഴിഞ്ഞാൽ തന്നെ, ഉസ്താദിന് ഹദിയ കൊടുത്താൽ തന്നെ വലിയ ടെക്സ്റ്റൈൽസ് തന്നെ വാങ്ങാം. അത്രയും ശിക്ഷസമ്പത്തുള്ള കേരളത്തിന്റെ എന്നല്ല ലോകത്തിന്റെ തന്നെ ശ്രദ്ധ പിടിച്ച മഹാപണ്ഡിതന്മാർ, വലിയ പ്രാസ്ഥാന തലപ്പത്തിരുന്ന വലിയ ഉന്നതർ കീറിയത് തുന്നിയിട്ട് ഉപയോഗിക്കാം. കീറിയ വസ്ത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്യാതെ അത് നിരുപാധികം ഉപേക്ഷിച്ച് കളയുന്ന പ്രകൃതമുള്ളവന് സ്വർഗം കിട്ടാൻ പാടാം. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിക്ക് കൊടുക്കുന്ന ഉപദേശം ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട്. ഹബീബായ നബി തങ്ങൾ എന്നോട് ഒരിക്കൽ പറഞ്ഞു, യാ ആയിഷ ഇദാ റത്തിൽ ഹുഖബി, എന്റെ കൂടെ സ്വർഗ്ഗത്തിൽ നിനക്ക് വന്നുകൂടണമെന്നുണ്ടോ? ഉണ്ട് നബിയെ. അങ്ങയുടെ കൂടെ സ്വർഗം കിട്ടണമെന്ന് മോഹിക്കാത്തവരാരാ? എന്നാൽ എനിക്ക് പറയാനുണ്ട്, ഫല്യക്ഫികി മിനദ് ദുനിയാ കസാദിർ റാകിബി, എന്ന ദുനിയാവ് ഒരുപാട് ആഗ്രഹിക്കണ്ട. ഒരു യാത്രക്കാരൻ യാത്രയിൽ എത്ര ഭക്ഷണം കരുതുന്നുവോ അത്രമേ ദുനിയാവിൽ നിന്നും നീ നിന്റെ ജീവിതത്തിൽ കരുതാവോ. യാത്രക്കാരൻ വലിയ ചെമ്പ് നിറയെ ബിരിയാണി ആയിട്ട് പോകാറില്ലല്ലോ. ഒരാഴ്ച കഴിക്കാനുള്ള മൊത്തം ഇല്ല, ജസ്റ്റ് എന്തെങ്കിലും ഒന്നാ പോണ വഴിക്ക് കഴിക്കാം. അത്രേ ദുനിയാവ് നീ മോഹിക്കാവും. പിന്നെയോ ധനികരുടെ പെണ്ണ് നടിച്ചു നടക്കുന്ന പോലെ നീയും അതുപോലെ നടിച്ചു നടക്കല്ല പെണ്ണെ. അങ്ങനെയുണ്ടല്ലോ, ഒരു മാല ഇങ്ങനെ മേടിച്ചങ്ങനെ വലിച്ചിങ്ങനെ നീട്ടും എന്നിട്ടിങ്ങനെ അല്ലേ, അങ്ങനെ ധനികന്റെ പെണ്ണ് നടക്കുന്ന പോലെ ഒരു ധനാട്യമോഹം നിനക്ക് പാടില്ല. പിന്നെയോ അടുത്ത ഉപദേശം കേട്ടോ, ഒരു വസ്ത്രവും പഴഞ്ചനാണെന്ന് പറഞ്ഞ് വലിച്ചെറിയാൻ വരട്ടെ, അതിലേക്ക് മറ്റൊരു തുണിക്കണ്ടം വെച്ച് തുന്നിപ്പിടിപ്പിച്ചതിന്റെ ദ്വാരം അടച്ചു ഉപയോഗിക്കുന്ന ഒരു ശീലം, അതിനൊരു മഹത്വമുണ്ടെന്ന് മനസ്സിലാക്കാതെ നീ വസ്ത്രങ്ങൾ വെറുതെ വലിച്ചഴച്ച് ഉപേക്ഷിച്ച് കളയല്ല പെണ്ണെ. വസ്ത്രം വെറുതെ അങ്ങനെ കളയാൻ പറ്റൂല, അങ്ങനെ വാരി കൂട്ടും വേണ്ട, അങ്ങനെ അങ്ങോട്ട് വാങ്ങി കൂട്ടണ്ട. വസ്ത്രത്തെ ബഹുമാനിച്ചത് കീറിയാലും തുന്നി ഉപയോഗിക്കുന്ന ശീലമില്ലെങ്കിൽ എന്റെ കൂടെ നിനക്ക് സ്വർഗമില്ലെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവാണ്. മഹാന്മാരായ നമ്മുടെ പൂർവികരായ ആളുകൾ ഈ വസ്ത്രധാരണയുമായി ബന്ധപ്പെട്ട് ധാരാളം സംഭവങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതിന്റെ കൂടെ ഒന്ന് പറയട്ടെ, നിസ്കരിക്കാൻ നല്ല വസ്ത്രം ഉപയോഗിക്കണം കേട്ടോ. ചിലരുണ്ട് ആ കള്ളിത്തുണി ആ പഴയ ടീഷർട്ട് ഇട്ടുകൊണ്ട് പള്ളിയിലേക്ക് വരുമ്പോൾ അത് ഏതുവാ പടച്ചോന്റെ മുമ്പിലല്ലേ. എന്നിട്ടോ റേഷൻ കടയിൽ പോകുമ്പോൾ നല്ലതിടും, പരിശുദ്ധ മസ്ജിദിൽ വരുമ്പോൾ ചായക്കടയിൽ പോകുമ്പോൾ നല്ലതിടും, പള്ളി പോകാനല്ല അത് മതിയെന്നേ അങ്ങനെ പറയും. പെണ്ണുങ്ങളാണ് ഇത്തിരി എളുപ്പവും കാണാൻ കരുത്ത്. പള്ളിയിലല്ലേ, പള്ളിയിൽ അള്ളാഹുടെ വീട, മലക്കുകളുള്ള ഭൂമിയിലെ ഏറ്റവും പവിത്രമായ സ്ഥലം അത് പള്ളിയാ.
ഭൂമിയിലെ ഇബ്ലീസിന്റെ ആലയം ഏറ്റവും മോശമായ സ്ഥലം അങ്ങാടിയും അതുപോലെ കവലകളുമാണെന്ന് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഇബ്ലീസിന്റെ അടുത്തേക്ക് പോകുമ്പോൾ നല്ലതിരും, പടച്ചോന്റെ അടുത്തേക്ക് വരുമ്പോൾ മോശമായതിരും. പള്ളിയിൽ വരുമ്പോൾ നല്ലതിരണം. തഹജ്ജുദ് നിസ്കാരത്തിന് ആരുമില്ല നിന്റെ വീട്ടിലാണെങ്കിൽ പോലും നല്ല വസ്ത്രം ധരിക്കണം. മഹാനായ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി തങ്ങൾ നിസ്കരിക്കുമ്പോൾ ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുമായിരുന്നു. ഒരു ജോഡി മാത്രം മാറ്റിവെക്കും. ഏറ്റവും നല്ല വസ്ത്രം അബൂ ഹനീഫ ഇമാം, അതും രാത്രിയിലെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഒരു ഖമീസ് ധരിക്കും, ഒരു പൈജാമ ധരിക്കും, തലപ്പാവ് ധരിക്കും, തലപ്പാവിന്റെ മുകളിലൂടെ ഒരു തട്ടനിടും. വലിയ ആർഭാടപൂരിതമായ വസ്ത്രം. എവിടെ? ഇരുട്ടിന്റെ ഗോഹരങ്ങളിലെ നിസ്കാരം, തഹജ്ജുദ് നിസ്കാരത്തിന്. അപ്പോൾ ആരോ ചോദിച്ചു, എന്തിനാ ഇത്ര വലിയ അണിഞ്ഞൊരുങ്ങി പോകുന്ന തഹജ്ജുദ് നിസ്കാരത്തിന്? ആരും കാണാനില്ലല്ലോ. എന്റെ റബ്ബിന്റെ മുന്നിലേക്ക് പോകുന്നതിന്റെ പവിത്രത. രാഷ്ട്രപതി ഭവനിൽ വെച്ച് ഒരാൾക്ക് ഒരു സ്വീകരണം കൊടുക്കണ്ടെന്ന് ചോദിക്കാം, അവൻ പുതിയ വസ്ത്രം വാങ്ങും, ഏറ്റവും നല്ലത് നോക്കി. അതേ ആൾക്ക് പഞ്ചായത്തിന്റെ ടൗൺ ഹാളിൽ ഒരു സ്വീകരണം കൊടുക്കണ്ടെന്ന് ചോദിക്കാം, അവനാ പോണ വഴിക്ക് അവിടെ ഇറങ്ങിയിട്ട് സ്വീകരണം വാങ്ങിയിട്ട് പോകും. ഇത് രണ്ടും വ്യത്യാസമുണ്ട് അല്ലേ? രാഷ്ട്രപതി ഭവനിലേക്ക് പോകാനുള്ള ഒരു പരിഗണന അവൻ എങ്ങനെയാ കൊടുക്കുന്നത്? അള്ളാഹുവിന്റെ മുന്നിലേക്ക് ഞാൻ പോകുമ്പോൾ എന്റെ വസ്ത്രത്തെ ഒന്ന് പരിഗണിക്കണ്ടേ? ഇമാമുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹഖൽ ബറൂസവി തങ്ങൾ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കിക്കോ, വസ്ത്രം നമ്മൾ പുതിയത് വാങ്ങി ഫസ്റ്റ് ഉടുക്കാൻ പാടില്ലാത്ത 3 ദിവസങ്ങളുണ്ട് ആഴ്ചയിൽ. ആഴ്ചയിലെ 7 ദിവസങ്ങളിൽ ഈ പറയുന്ന 3 ദിവസം, ശനി, ഞായർ, ചൊവ്വ, ഈ 3 ദിവസം പുതിയ വസ്ത്രം വാങ്ങാനോ അല്ലെങ്കിൽ വാങ്ങി വെച്ചിരിക്കുന്ന വസ്ത്രം എടുത്ത് ഉടുക്കാനോ പരമാവധി ശ്രമിക്കാതിരിക്കുക. ഈ 3 ദിവസം, അതായത് ശനി, ഞായർ, ചൊവ്വ, ഈ 3 ദിവസങ്ങളിൽ പുതിയൊരു വസ്ത്രം വാങ്ങോ അല്ലെങ്കിൽ വാങ്ങി വെച്ചത് ആ 3 ദിവസങ്ങളിൽ നമ്മൾ ഉപയോഗിച്ച് തുടങ്ങുകയോ ചെയ്യാതിരിക്കുക. ഇനി യാദൃശ്ചികമായ വല്ല പെരുന്നാളും ചൊവ്വാഴ്ച വന്നാൽ ഉപയോഗിക്കണ്ടെന്നല്ല പറഞ്ഞത്, പൊതുവേ ഉള്ള ഒരു രീതി അങ്ങനെയാണ്. അതിൻ്റെ ഒരു അദബ് മഹാന്മാർ പഠിപ്പിച്ചതാണ്. ശനിയാഴ്ചയുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ശരീരത്തിന് രോഗം വരുമെന്നാണ് അതിന്റെ അദബ് പഠിപ്പിക്കുന്ന ഗ്രന്ഥങ്ങൾ നമ്മെ സൂചിപ്പിക്കുന്നത്. ഞായറാഴ്ചയാണെങ്കിൽ തീപ്പൊള്ളൽ പോലെയുള്ളത് ഉണ്ടാവാൻ സാധ്യതയുണ്ട്, മോഷണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ടെൻഷൻ ഒഴിവാവില്ല. ചൊവ്വാഴ്ചയാണെങ്കിൽ ഞായർ പോലെ തന്നെ ഈ പറഞ്ഞ തീപ്പൊള്ളല്, അതുപോലെ തന്നെ മോഷണം സാധ്യത, ടെൻഷൻ ഒഴിവാവാതിരിക്കുക, അങ്ങനെയുള്ള അവസ്ഥയൊക്കെ ഉണ്ടാവും. അപ്പൊ പുതിയൊരു വസ്ത്രം വാങ്ങാൻ പോകുന്നത് ശനി, ഞായർ, ചൊവ്വ ആവാതിരിക്കുക പരമാവധി. ഇനി വാങ്ങിയത് അന്ന് ധരിക്കാതിരിക്കുക. അപ്പൊ കല്യാണത്തിനൊക്കെ പുതിയ ആപ്പിള ഡ്രസ്സൊക്കെ ഞായറാഴ്ച പുതിയതിടല്ലേ? അതെന്ത് ചെയ്യും? അതിപ്പോ കല്യാണം ഞായറാഴ്ച വെക്കണം ആരെങ്കിലും പറഞ്ഞോ? കല്യാണം വെക്കാൻ പറഞ്ഞത് വെള്ളിയാഴ്ചയല്ലേ? അപ്പൊ ഇതിന്റെ അദബ് പറഞ്ഞ കൂട്ടത്തിൽ അത് പറഞ്ഞു എന്നുള്ളൂ. ഒരാൾക്കിപ്പോ എങ്ങനെ പറ്റുള്ളൂ അങ്ങനെ ചെയ്യാം. അതപ്പോ എല്ലാവർക്കും ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അതിന്റെ ഒരു പൂർണ്ണത, ഒരു അദബ്, ഇസ്ലാമികമായ തത്വം അങ്ങനെയാണ്. റൂഹുൽ ബയാൻ, അതുപോലെ തന്നെ തദ്കിറത്തുൽ വാഇദീൻ പോലെയുള്ള ഗ്രന്ഥങ്ങൾ ഇതിന്റെ അദബ് നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട്. ഇനി അങ്ങനെയാണെങ്കിൽ വാങ്ങലും ഫസ്റ്റ് ഉടുക്കലും ഗുണം കിട്ടുന്ന ദിവസങ്ങൾ ബാക്കി 4 ദിവസമാണ്. തിങ്കള്, ബുധൻ, വ്യാഴം, വെള്ളി. തിങ്കളാഴ്ചയാണെങ്കിൽ ബറക്കത്തുണ്ടാകും, ബുധനാഴ്ചയാണെങ്കിൽ ആയുസ്സിൽ കൂടുതൽ വർധനവുണ്ടാവും, വ്യാഴമാണെങ്കിൽ ഇതുപോലെ വസ്ത്രം, ഗിഫ്റ്റ്, മറ്റുള്ള സമ്മാനങ്ങൾ വേറെ കിട്ടും, വെള്ളിയാഴ്ചയാണെങ്കിൽ അധികാരവും പ്രശസ്തിയും കിട്ടും എന്നൊക്കെയാണ് അതിന്റെ അദബും അതിന്റെ നേട്ടവും മഹാന്മാർ നമുക്ക് പഠിപ്പിച്ചത്. വസ്ത്രം ധരിക്കുമ്പോൾ നിയ്യത്ത് വേണം. പഠിച്ചോ? വസ്ത്രം ധരിക്കുമ്പോൾ നിയ്യത്ത് വേണം. ഗുഹ്യം മറയ്ക്കാൻ വേണ്ടി, സുന്നത്തിനെ പാലിക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു. പിന്നെയോ അങ്ങനെ നിയ്യത്ത് ചെയ്യണം. ഒന്നുകിൽ ഗുഹ്യം മറയ്ക്കാൻ വേണ്ടി, ഔറത്ത് മറയ്ക്കാൻ വേണ്ടി ഞാൻ വസ്ത്രം ധരിക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നിയ്യത്ത് ചെയ്ത് വസ്ത്രം ധരിക്കാം. അത് വെറുതെ ഒരു തുണി എടുക്കുകയാണെങ്കിലും ചെയ്യണം, അതൊരു മാക്സി ഇടാണെങ്കിലും ചെയ്യണം. ഔറത്ത് മറയവും കൂടി വേണം കേട്ടോ. നിയ്യത്ത് വേണം. രണ്ടാമത് ബിസ്മി വേണം. മൂന്നാമത് നമ്മൾ ഈ വസ്ത്രം ധരിക്കുന്നതിന്റെ അദബുകൾ പരമാവധി പാലിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ നമ്മുടെ ഹൃദയത്തിന് വിശാലതയുണ്ടാകും, മനസ്സിന് റാഹത്തുണ്ടാകും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. റബ്ബ് നമ്മെ കബൂലാക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. ഇൻഷാ അല്ലാഹ് മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നീട് സംഗമിക്കാം. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.